ഹലോ, ഈ വീക്ക് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസാണ്. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നല്ല സ്പോഞ്ചിയായ വട്ടയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 കപ്പ് പച്ചരി ഞാനിത് പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള പച്ചരി ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ആദ്യം തന്നെ നന്നായിട്ട് കഴുകി തെളിഞ്ഞ വെള്ളത്തിൽ ഒരു 5 മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കുക. ഇത് ഈസ്റ്റ് 1 ടീസ്പൂണ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. വട്ടയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് 5 മണിക്കൂർ കുതിർത്തിയ അരിയാണ്. അതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1.5 കപ്പ് ചോറ്, പഞ്ചസാര 1 കപ്പ്. ഇപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഏലക്ക ഒരു 7 ഏലക്ക തരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വട്ടയപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക. അരക്കുമ്പോൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം അരക്കാനായിട്ട്. നേരത്തെ അരി കുതിർത്താൻ വെച്ച വെള്ളത്തിലാണ് ഞാനിതെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും നല്ലോണം പതഞ്ഞ് പൊങ്ങിയും വരും. ഇതേപോലെ കുറച്ച് തരിതരിപ്പോടെ വേണം അരക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ മിക്സ് ചെയ്ത ഈസ്റ്റും കൂടി ചേർക്കുക. കുറച്ച് വലിയ പാത്രത്തിൽ വേണം ഇത് ചേർക്കാനായിട്ട്, അതല്ലെങ്കിൽ അത് ഓവർഫ്ലോ ആകും. ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കണത്. നാളത്തേക്ക് വേണ്ടിയിട്ടാണ് വട്ടയപ്പം എടുക്കുകയുള്ളൂ. ഒരു 12 മണിക്കൂറോളം ഇത് അരച്ച് വെച്ചിരിക്കും. സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് തേങ്ങ ചിരകിയതൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇഡ്ഡലി പാത്രം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നിറയെ ബബിളുകളുണ്ട്. നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഫോമിലായിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഈ അപ്പം ഒന്ന് സെറ്റായതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുള്ളൂ. നമ്മളിപ്പോഴേ ചേർത്ത് കൊടുത്താൽ അത് താഴ്ന്നു പോകും. സ്റ്റീം ചെയ്യുക. കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇതിൽ ചേർത്തത്. അപ്പോൾ ഒരു 45 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാനായിട്ട്. ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് പ്ലെയിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നട്ട്സൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇതേപോലെ പ്ലെയിനായിട്ടിരിക്കുന്ന വട്ടയപ്പമാണ് നല്ലത്. ഇതാ നല്ല ക്ലീനായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചിയായ വട്ടയപ്പം തയ്യാറായി. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.